കോതമംഗലം സ്വദേശികൾ ഒരുക്കിയ തണ്ണിമത്തൻ കൃഷി വേനൽച്ചൂടിൽ ഉരുകുന്ന നാട്ടുകാർക്ക് ആശ്വാസമാവുകയാണ്. കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം ഇളച്ചൊരുക്കി വൃത്തിയാക്കിയാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. ഏതായാലും ഈ ചൂടുകാലത്ത് തണ്ണിമത്തൻ ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഫലവർഗ്ഗങ്ങളിൽ നിന്നുകൂടി ഒരുപക്ഷെ തണ്ണിമത്തനാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ കൃഷിയുടെ കാഴ്ചകളിലേക്ക് വളരെ വേഗമെന്ന് പോകാം. കാർഷിക മേഖലയിൽ നവാഗതരും കോതമംഗലം സ്വദേശികളുമായ CD ജോഷി, VJ മാത്യു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കോതമംഗലം മലയൻകീഴിന് സമീപം 2 ഏക്കർ പാടത്താണ് ഉൾഭാഗം മഞ്ഞയും ചുവപ്പും നിറങ്ങളിലുള്ള കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ ഇവർ കൃഷി ചെയ്തത്. മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യുവും ഇതാദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിച്ചത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് ചെയ്തത്. കൃഷിയുമായി ഇനിയും മുന്നോട്ട് പോകുമെന്നും പച്ചക്കറി, വാഴ തുടങ്ങിയവ കൂടി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും കർഷകനായ ജോഷി പറഞ്ഞു. കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ഞങ്ങൾക്ക് ലഭിച്ചു. കോതമംഗലം മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ ഒരു സ്റ്റാൾ വഴി ഞങ്ങളുടെ ഈ തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ്. കൃഷിയിടത്തിലെ മൂപ്പത്തിയ തണ്ണിമത്തനുകൾ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നുണ്ട്. വിളവെടുത്ത തണ്ണിമത്തനുകൾ മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് ഇവർ വിറ്റഴിക്കുന്നത്. രുചിയും നിറവുമുള്ള വിഷരഹിത തണ്ണിമത്തനുകൾ വാങ്ങാനായി ധാരാളം പേരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.